പാർക്കിംഗ് കേട്ടോ ഇവിടെ. ഇത്രയും കരുതിയില്ല. ബൈക്ക് കാർ പാർക്കിംഗ് ആണ്. ബൈക്ക് നമുക്ക് മൊത്തം പാർക്കിംഗ് ആണ്. ഏതോ ഗോഡൗണൊക്കെ എത്തി കഴിച്ചു പോയി ബോട്ട് ചെട്ടിക്ക് എത്തി. വണ്ടി പാർക്കിങ് പരിപാടി ഭയങ്കര കേട്ടോ. പാർക്കിങ് അവസാനിക്കുന്നില്ല. ആ സ്ഥലത്തൊക്കെ പാർക്കിങ് ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടാവും. അപ്പല്ലേ ഇവിടെ പോയിട്ടാലോ പാർക്കിങ്ങിൻ്റെ കഥ പറയണ്ട. ഇവിടെ കിട്ടില്ല ലാസ്റ്റ് പാർക്കിങ്. ഒന്നൊന്ന് പോലീസ് സ്റ്റേഷനിൽ ട്രാൻസ്ഫോർമർ മുമ്പിലെ പാർക്കിങ് ഭയങ്കര തിരക്കാണ്. എല്ലാവർക്കുള്ള സാധനം ഉണ്ട്. ആദ്യം കജ്ജിൽ കുറെ പൈസ കിട്ടും. ഗൂഗിൾ പേക്ക് നെറ്റില്ല അവിടെ. മൊത്തം ജാമാണ്. നെറ്റ് കോൾ ചെയ്യാൻ ഒന്നിനും കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ആള് കുടിക്കും. അപ്പോൾ പരിപാടിയുടെ ഫുള്ള് രൂപം ഇത്രയും പരിപാടികളോടെ നടന്നു. ഇന്നിപ്പോൾ ഡേ 4 29 ഡിസംബർ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിപ്പോൾ ഏകദേശം 6 മണിയായി. ബോട്ട് പരേഡ് അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ടോ കേട്ടോ. ഇങ്ങനെയൊക്കെ അവിടെ കാണുന്നത്. അപ്പോൾ വലിയൊരു ബോട്ടിന് കൊടുക്കുന്നു. അതാണ് ഇങ്ങനെ ഒന്ന് ആ ബോട്ടോ ജങ്കാറ്. നമ്മൾ അന്ന് വന്നത് ജങ്കാറ് അപ്പുറം ആക്കുന്നതിന് നോക്കണം. അപ്പം അങ്ങനെ ജങ്കാറിൻ്റെ അടുത്തി. ഇന്ന് അന്നത്തിലാറ് ഡബിളുണ്ട്. അപ്പം ഇന്നലെ വന്നതിനെ കുറച്ചൊരു നേരത്തെ ഡബിളെത്തി. അതന്നെ സൂര്യൻ പറ്റിങ്ങോട്ട് കത്തിട്ടില്ല. നമ്മൾ വന്നപ്പോൾ നല്ല ചുവപ്പ് കളറിങ്. തിരക്കെന്ന് പറഞ്ഞാൽ മുന്നിൽ നല്ല നോക്കിയാൽ നടക്കണം. ഭയങ്കര തിരക്കാണ്. അത്യാവശ്യം നല്ല ആളുണ്ട് ഇവിടെ. ആ ഏരിയയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല തിരക്കാണ്. ജനങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റാതെ. ബോട്ട് യാത്ര കുട്ടികൾക്ക് ഫ്രീ. എത്ര ബോട്ട് യാത്ര തന്നെ? ബോട്ട് യാത്ര 100 100 ആൾ 100 തിരക്കെന്നൊക്കെ പറഞ്ഞോ. വെജാതി പോക്കോ അടുക്കാൻ പറ്റാണ്ട് ഫുള്ള് പൊടി, ഭയങ്കര പൊടി. നേരത്തെ എത്തുന്ന കുറച്ച് സംഭവം കാണിച്ചോട്ടോ. അവിടെ ഉണ്ടോ പട്ടന്മാര് സാധനം ഇങ്ങനെ ഒരു വര കാണുന്നു. അതേമാതിരി ഈ സൺസെറ്റ് ഭയങ്കര രസത്തെ ടൈമിൽ അടിപൊളി തിരക്ക്. സാധനം വെച്ചിട്ട് നടന്ന് ചാടി കളിച്ചിരുന്നു. അവിടെ നമ്മൾ ജസ്റ്റ് മിസ് ആയിട്ടുള്ളത്. സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ.
കഴിഞ്ഞു ഒരു വാച്ചുമ്പളേനെ അവിടെ അടുക്കാൻ വെച്ചാ തിരിച്ചു പോരാണ്. ഇപ്പോഴും പരിപാടി കഴിഞ്ഞിട്ടില്ല. അവിടെ ലാസ്റ്റ് സോങ് ഓടി കൊടുക്കണം. നടക്കൂരാക്കളെ കമ്മിറ്റി ഓഫീസ് വാട്ടർ ഫെസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ആൾക്കാരൊക്കെ സമയം 10-12 മണിയായിട്ടോ. അതാ 3-4 നാട്ടിൽ നിന്ന് വന്നിക്കണ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത് കോഴിക്കോട് ബീച്ചിക്ക്. അവിടെ ഇതൊക്കെ രാത്രി ഇറങ്ങിയിരുന്നാണ്. പകലൊരു പരിപാടിക്ക് വിളിച്ചാൽ വരില്ല. ഇതാണ് ബീച്ചിന്റെ ലൈഫ് കിട്ടണമെങ്കിൽ ഈ നേരത്തെ വരണം. എന്നല്ലേ ആയിക്കോട്ടെ. അല്ലാതെ ആ വൈകുന്നേരം 4 മണിക്ക് വന്നിട്ട് ആ വെയിലും കൊണ്ട് ഉത്തരകല എല്ലാ ബീച്ച് രാത്രി 12 മണി ടു 2:30-3 മണി വരെ ഇവിടെ എത്തുമ്പോഴാണ്. അതാണ് ബീച്ച് ലൈഫ്. ഇപ്പോൾ ലൈറ്റിൻ്റെ കളിയാട്ടോ. കുറച്ച് ആൾക്കാർ 12 മണി അതിൻ്റെ തിരക്കൊന്നും ഇവിടെ ഇല്ല. ഫുള്ളാണ്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളുണ്ട്. 2024 വരവേൽപ്പട്ടോ. ഷംസ് ഒരു ഉരുളം കല്ലുമായിട്ട് ഇറങ്ങിക്കാണ് ഗായ്സ്. സമയം എത്രയായി? ആ കാക്കാന മുണ്ടനലിക്ക് കയറി. ഉന്നല്ലാത്ത 2 പോയന്മാരെ പറഞ്ഞിട്ട് ഷംസോ ഷംസോ അവസാനം കൊയിഞ്ഞാടിയ വിറ്റുണ്ട്. കുറെ നേരം കാത്തുനിന്നിട്ട് കിട്ടില്ല പറഞ്ഞിട്ട് 2:11 അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്നതാണ്. ഒരു കൂൾബാറെത്തി. വെള്ളംകൂടി വെള്ളംകൂടി ജോളി ഇവിടെ ലൈറ്റ് വണ്ടിയാണ്. അവിടുന്ന് എറിഞ്ഞിട്ട് ലൈറ്റ് പള്ള അറച്ച് തിന്നിട്ട് ഒരു സോഡ കുടിച്ച്. രണ്ടാമത് കോട്ടി സോഡ എടുത്ത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചാ ആ കോട്ടിയോടെ കോട്ടി ഉള്ളു കടിയോ? ഉള്ളു കടിയില്ല. ഇതിന്റെ കോട്ടുണ്ടോ ഇവിടെ ഒരു ഇതിലുള്ളു. അപ്പൊ വെള്ളം കുടിച്ചാൽ ഇത് മറ്റേ പറഞ്ഞാല് രസമുണ്ടോ? പണ്ടത്തെ രസമൊന്നുമില്ല. പോലീസോടെ ഗോലി നമ്മൾ കണ്ടെത്തുകയാണ്. എടുക്കാൻ കിട്ടില്ല. പൊട്ടിച്ചെങ്കിലും